ഹായ് ഓൾ. ഇന്ന് ഞാൻ തേങ്ങാപ്പാലും ചെറുപഴവും വെച്ചുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണാമല്ലോ എന്ന് കരുതി വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ. അതിന് നമുക്ക് ചെറുപഴം മാത്രമല്ല കേട്ടോ, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ. പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇടാം കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് എടുക്കാറുള്ളത്. നല്ല കട്ടിപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഈ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടേച്ച് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടാൽ മതി. ഞാൻ ഇന്ന് ഏലക്കയൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഏലക്കയും കൂടി ഇടാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിലും നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കും കേട്ടോ. ഈ ഒരു ഐറ്റം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.